So, measurements in instrumentation MCQs ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which of the following instruments indicate instantaneous values of electrical quantity being measured at the time at which it is being measured. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് അറിയാം. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള വാല്യൂ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ മെഷർ ചെയ്തിട്ട് അതിനെ കാണിക്കുന്നത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. സോ ദ ആൻസർ ഈസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the instruments are those which measure the total quantity of electricity delivered in a particular time. അത് ഇൻ്റഗ്രേറ്റിംഗ് ആണ്. ടോട്ടൽ എന്ന് പറയുന്ന വേർഡ് വരുമ്പോൾ തന്നെ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം, അത് ഇൻ്റഗ്രേറ്റിംഗ് ആണ്. സോ ഇൻഡിക്കേറ്റിംഗ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂവിനെയാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഏതൊക്കെയാണ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്? അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂവിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അമീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ, ആംപിയർ അവർ ആൻഡ് വാട്ട് മീറ്റർ അവർ. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. വിച്ച് ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു മെഷർ ദി ടോട്ടൽ എനർജി സപ്ലൈ ടു ദി സർക്യൂട്ട്. അങ്ങനെ ടോട്ടൽ എനർജി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഇതിൽ ആംപിയർ അവർ ആൻഡ് വാട്ട് അവർ മീറ്റർ ആണ്. സോ ദ ഓപ്ഷൻ ഈസ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസസ് ക്യാൻ ബി മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. നമുക്ക് റെസിസ്റ്റൻസ് വേണമെങ്കിൽ വാട്ട് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാം, വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യാം, എമീറ്റർ വെച്ച് മെഷർ ചെയ്യാം, റെസിസ്റ്റൻസ് ബ്രിഡ്ജസ് വെച്ച് മെഷർ ചെയ്യാം. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോവ്. നമുക്കറിയാം പവർ നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂവിൽ നമുക്ക് എഴുതാൻ പറ്റും. വോൾട്ടേജ് ആണെങ്കിലും കറണ്ട് ആണെങ്കിലും എല്ലാം നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഓൾ ഓഫ് ദി എബോവ്. അതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദി ആപ്ലിക്കേഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ആസ്. ആപ്ലിക്കേഷൻ വൈസ് ഇൻസ്ട്രുമെൻറ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സ്വിച്ച് ബോർഡ് ആൻഡ് പോർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടാണ്. ആ രണ്ട് ക്ലാസിഫിക്കേഷനാണ്. സോ ബോത്ത് എ ആൻഡ് ബി. ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ സി ആണ്. അടുത്തത് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് എസെൻഷ്യൽ ഫീച്ചർ ഇസ് പോസസ്ഡ് ബൈ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫ്ലക്റ്റിംഗ് ഡിവൈസ് ആയിരിക്കാം, ഒരു കൺട്രോളിംഗ് ഡിവൈസ് ആയിരിക്കാം, ഒരു ഡാമ്പിംഗ് ഡിവൈസ് ആയിരിക്കാം. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. ഏത് വേണമെങ്കിലും ആയിരിക്കാം. അമീറ്റർ, വോൾട്ട് മീറ്റർ ഒക്കെയാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഇസ് എ ഡിവൈസ് prevents the oscillation of the moving system and enables the later to reach its final position quickly. ഡാമ്പിംഗ് ആണ് ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓസിലേഷൻ, ഒരു മൂവിങ് സിസ്റ്റത്തിൻ്റെ ഓസിലേഷൻ പ്രിവെൻറ്റ് ചെയ്തിട്ട് ഫൈനൽ പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഡാമ്പിംഗ് ഓഫ് ദ സിസ്റ്റം ആണ്. ഡാമ്പിംഗ് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ദി ഓസിലേഷൻ ഓഫ് ദ മൂവിങ് സിസ്റ്റം. സ്പ്രിംഗ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഇൻ എ സ്പ്രിംഗ് കൺട്രോൾ ഡിവൈസ് ഷുഡ് ഹാവ് ദി ഫോളോയിങ് പ്രോപ്പർട്ടി. സ്പ്രിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡാമ്പിങ്ങിലാണ് നമ്മൾ സ്പ്രിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അത് നോൺ മാഗ്നറ്റിക് ആയിരിക്കണം, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആയിരിക്കും, ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആയിരിക്കും, നോട്ട് സബ്ജക്റ്റഡ് ടു ഫാറ്റിഗ് ആണ്. സോ വി ക്യാൻ ചൂസ് ദ ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോവ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് എ ഡാമ്പിംഗ് ഓയിൽ മസ്റ്റ് പോസസ്. സോ ഡാമ്പിംഗ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു, ഓസിലേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു ഡാമ്പിംഗ് ഓയിലിൽ ഇറ്റ് മസ്റ്റ് ബി എ ഗുഡ് ഇൻസുലേറ്റർ, നോൺ ഇവാപ്പറേറ്റിംഗ്, കൊറോസീവ് ആക്ഷൻ പാടില്ല, വിസ്കോസിറ്റി എന്ന് പറയുന്നത് വിൽ നോട്ട് ബി ചേഞ്ച് വിത്ത് ദ ടെമ്പറേച്ചർ. സോ വി ക്യാൻ ചൂസ് ദ ഓപ്ഷൻ ഇ. അടുത്തതെന്ന് പറയുന്നത് എ മൂവിംഗ് കോയിൽ പെർമനൻറ്റ് മാഗ്നറ്റ് ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ്. മൂവിംഗ് കോയിൽ പെർമനൻറ്റ് മാഗ്നറ്റ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഓൾറെഡി നോട്ട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണുള്ളത്. സോ അതിനെ നമുക്കൊരു അമീറ്റർ ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. മൂവിംഗ് കോയിലും മൂവിംഗ് അയണും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ we can choose the option A, ammeter. അടുത്തത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ മൂവിംഗ് കോയിൽ പെർമനൻറ്റ് മാഗ്നറ്റ് ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫ്ലക്സ് മീറ്റർ. ഫ്ലക്സ് മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് സ്പ്രിങ്സിനെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് ഫ്ലക്സ് മീറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫ്ലക്സ് മീറ്റർ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ മെഷർ ചെയ്യുന്നത്
മാഗ്നറ്റിക് ഫ്ലക്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലക്സ് മീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് ഫ്ലക്സ് മെഷർമെൻറ്റിന് നമുക്ക് കൺട്രോൾ സ്പ്രിങ്സിൻ്റെ ആവശ്യമില്ല. സോ വി ക്യാൻ ചൂസ് ദ ഓപ്ഷൻ സി ബൈ എലിമിനേറ്റിംഗ് ദി കൺട്രോൾ സ്പ്രിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് മേ ബി യൂസ്ഡ് ഫോർ എക്സ്റ്റെൻഡിങ് ദ റേഞ്ച് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. റേഞ്ച് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന്. സോ നമുക്ക് ഷണ്ട് യൂസ് ചെയ്യാം, മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യാം, ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാം, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാം. സോ വി ക്യാൻ ചൂസ് ദ ഓപ്ഷൻ ഇ. അടുത്തതെന്ന് പറയുന്നത് ഒരു ഇൻഡക്ഷൻ മീറ്ററിന് എത്ര കറണ്ട് വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന്. യൂഷ്വലി ഒരു ഇൻഡക്ഷൻ മീറ്ററിന് ഏറ്റവും കൂടുതൽ കറണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് 100 ആംപിയേഴ്സ് ആണ്. ഓപ്ഷൻ ഈസ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ ഹാൻഡ്ലിംഗ് ദ ഗ്രേറ്റർ കറൻറ്റ്സ് ഇൻഡക്ഷൻ വാട്ട് മീറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഒരു കറണ്ട് ട്രാൻസ്ഫോമർ ആയിട്ട് ഒരുമിച്ചാണ് ഇൻഡക്ഷൻ വാട്ട് മീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ വാട്ട് മീറ്റേഴ്സിന് 100 ആംപിയർ വരെയുള്ള കറണ്ട് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടു. അപ്പോൾ ഒരു കറണ്ട് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത്രയും കറണ്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. കറണ്ട് ട്രാൻസ്ഫോമർ ഈസ് എ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ഓർ മൾട്ടിപ്ലൈ ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. It produces a current in its secondary which is proportional to the current in its primary. അതാണ് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ട്രാൻസ്ഫോമേഴ്സിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇൻഡക്ഷൻ വാട്ട് മീറ്റേഴ്സിന് കൂടുതൽ കറണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഇൻഡക്ഷൻ ടൈപ്പ് സിംഗിൾ ഫേസ് എനർജി മീറ്റേഴ്സ് മെഷർ ദി ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് ഹവറിലാണ് യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്. KWH. സോ ഓപ്ഷൻ ഈസ്. അടുത്തതെന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ഫോം ഓഫ് AC മീറ്റേഴ്സ് met with in everyday domestic and industrial installations. നമ്മൾ ഡെയിലി കാണുന്ന ഇൻഡസ്ട്രിയൽ ആൻഡ് ഡൊമസ്റ്റിക് പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ. അതിൽ നമുക്ക് 2 ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടായിരിക്കും. ഒരു ഷണ്ട് മാഗ്നറ്റും ഉണ്ടായിരിക്കും, ഒരു സീരീസ് മാഗ്നറ്റും ഉണ്ടായിരിക്കും. ആൻഡ് ഒരു കോയിൽ ഉണ്ടായിരിക്കും വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ടേൺസ് വിച്ച് ഈസ് വൂണ്ട് ഓൺ ദി മിഡിൽ ലിംബ് ഓഫ് ദി ഷണ്ട് മാഗ്നറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻഡക്ഷൻ വാട്ട് മീറ്ററിൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മീറ്റേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ഓൺ ദി DC സർക്യൂട്ട്സ്. ഇൻഡക്ഷൻ മീറ്റേഴ്സ് ആണ് DC സർക്യൂട്ട്സിൽ യൂസ് ചെയ്യാത്ത മീറ്റർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം DC സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് മോട്ടർ മീറ്റർ. ഒരു മോട്ടർ മീറ്ററിൽ ഒരു ഓപ്പറേറ്റിംഗ് ടോർക്ക് സിസ്റ്റം ഉണ്ടായിരിക്കും, ബ്രേക്കിംഗ് ഡിവൈസ് ഉണ്ടായിരിക്കും, രജിസ്റ്ററിംഗ് ഡിവൈസ് ഉണ്ടായിരിക്കും. സോ വി ക്യാൻ ചൂസ് ദ ഓപ്ഷൻ ബി. അടുത്തതെന്ന് പറയുന്നത് എ പൊട്ടൻഷ്യോമീറ്റർ മേ ബി യൂസ്ഡ് ഫോർ. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഒരു പൊസിഷൻ സെൻസറാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. യൂഷ്വലി ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ റെസിസ്റ്റൻസ്, കറണ്ട്, മീറ്റർ, വോൾട്ട് മീറ്റർ, കാലിബ്രേഷൻസിന് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ചൂസ് ദ ഓപ്ഷൻ ഇ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് മെഷേഴ്സ് ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് റിലേറ്റീവ് ടു ദി എർത്ത് ആൻഡ് വൺ അനദർ. മെഗാർ എന്നാണ് ആ ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്ന പേര്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി മെഗോഓമീറ്റർ. അത് ഒരു ടെസ്റ്ററാണ്. ഇൻസുലേഷൻ ടെസ്റ്ററാണ്. ഹൈ റെസിസ്റ്റൻസിനെല്ലാം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ ഇൻസുലേറ്റഡ് ബോഡി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഗർ സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ദ ഹൗസ് ഹോൾഡ് എനർജി മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഹൗസ് ഹോൾഡ് എനർജി മീറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ടോട്ടലായിട്ട് എല്ലാം മെഷർ ചെയ്തിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. സോ ഹൗസ് ഹോൾഡ് എനർജി മീറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പോയിന്റർ ഓഫ് എൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഷുഡ് ബി വെരി ലൈറ്റ് ആവണം, എന്നാലേ അത് അക്യുറേറ്റ് ആയിട്ട് പോയിന്റിങ് കാണിക്കുള്ളൂ. സോ ദ ആൻസർ ഈസ് വെരി ലൈറ്റ്, ഓപ്ഷൻ എ. ദ കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ദ കറണ്ട് ഈസ് യൂസ്ഡ് ഇൻ DC അമീറ്റർ അവർ മീറ്ററിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ദ കറണ്ടിനെ പറയുന്ന ടേമാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. സോ ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ഒരു മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് DC അമീറ്റർ അവർ വാട്ട് മീറ്റർ ആണ്. അടുത്തത് in majority of the instruments damping is provided by eddy currents വെച്ചിട്ടാണ് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡാമ്പിംഗ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. സോ എഡ്ഡി കറണ്ട് ആണ്. എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത് ആർ ദ ലൂപ്സ് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട്
induced within the conductors by changing the magnetic field in the conductor according to the Faraday's laws of induction. Faraday's laws of induction എന്താണ് നമുക്കറിയാം, that is the current will be perpendicular to the magnetic field ആണ്. So അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻസ് ആണ് എഡ്ഡി കറന്റ്. An ammeter is a secondary instrument ആണ്. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസിനെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ ടൂൾസ് ഹൂസ് പ്രൊഡക്ഷൻ ഈസ് കാൽക്കുലേറ്റഡ് ടു ദ ഗീവൻ ക്വാണ്ടിറ്റി വാല്യൂ. So secondary instruments എന്ന് പറയുന്നത് there is no need to compare it with the other standard instruments. Quality എന്ന് പറയുന്നത് evaluate ചെയ്യുന്നത് measured by the amount of deflection of this device. Deflection correct ആണോ നോക്കിയിട്ടാണ് calibration ചെയ്യുന്നത്. So ammeter is a secondary instrument. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ പോർട്ടബിൾ ഇൻസ്ട്രുമെന്റ് ദ കൺട്രോളിംഗ് ടോർക്ക് ഈസ് പ്രൊവൈഡഡ് ബൈ സ്പ്രിംഗ് ആണ്. കൺട്രോളിംഗ് ടോർക്ക് ഒരുവിധം എല്ലാ ഇൻസ്ട്രുമെന്റ്സിലും കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സ്പ്രിംഗ് ആണ്. The disk of an instrument using eddy current damping should be of answer is conducting and non-magnetic material ആണ്. സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത് സ്വിച്ച് ബോർഡ് ഇൻസ്ട്രുമെന്റ്സ് ഷുഡ് ബി മൗണ്ടഡ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷനിലാണ്. അതായത് നമ്മൾ വലിയ ഹെവി ഡ്യൂട്ടി ഇൻസ്ട്രുമെന്റ്സിലെല്ലാമാണ് നമ്മൾ സ്വിച്ച് ബോർഡ് ഇൻസ്ട്രുമെന്റ്സ് കൂടുതലായിട്ട് കാണാറുള്ളത്. അതായത് ഒരു ഡിസ്റ്റൻസ് ഉള്ള ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് സ്വിച്ച് ബോർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കും സ്വിച്ച് ബോർഡ്സ് എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ദ ഫങ്ഷൻ ഓഫ് ദ ഷണ്ട് ഇൻ എ മീറ്റർ. നമ്മൾ കണ്ടിരുന്നു ഗാൽവനോമീറ്റർ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു മീറ്റർ കൺവേർഷനിൽ നമ്മൾ കണ്ടിരുന്നു ഷണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബൈപ്പാസ് ദി കറന്റ്. പർപ്പസ് ഓഫ് ദ ഷണ്ട് എന്ന് പറയുന്നത് തന്നെ ബൈപ്പാസ് ചെയ്യാനാണ്. ഷണ്ട് എന്ന് പറയുന്നത് ഇസ് എ ഡിവൈസ് വിച്ച് അലൗസ് ദി ഇലക്ട്രിക്കൽ കറന്റ് ടു പാസ് അറൌണ്ട് ദി അനദർ പോയിന്റ് ബൈ ക്രിയേറ്റിംഗ് എ ലോ റെസിസ്റ്റൻസ് പാത്ത്. സോ മീറ്ററിൽ ഷണ്ട് വെക്കുന്നത് ടു ബൈപ്പാസ് ദി കറന്റ് ആണ്. ദ മൾട്ടിപ്ലയർ ആൻഡ് മീറ്റർ കോയിലിനെ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് സീരീസിലായിരിക്കും. ബേസിക്കലി ഒരു സീരീസിലായിരിക്കും മൾട്ടിപ്ലയർ കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് ഡി സി ആൻഡ് എ സി. നമ്മൾ ഓൾറെഡി നമ്മൾ നോട്ട്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു മൂവിങ് കോയിൽ ആൻഡ് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സ്. അത് എ സിക്കും ഡി സിക്കും കൂടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ സ്കെയിൽ ഓഫ് എ റെക്ടിഫയർ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. ഓൾവേസ് ദ സ്കെയിൽ വിൽ ബി ലീനിയർ ഫോർ ഓൾ ഇൻസ്ട്രുമെന്റ്സ്. ചില പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിന് മാത്രമേ നോൺ ലീനിയർ സ്കെയിൽസ് ഉണ്ടായിരിക്കുള്ളൂ. ഫോർ മെഷറിംഗ് ദ കറന്റ് അറ്റ് എ ഹയർ ഫ്രീക്വൻസി വി ഷുഡ് ഹാവ് എ തെർമോകപ്പിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഹൈ ഫ്രീക്വൻസി കറൻസ് മെഷർ ചെയ്യാൻ വി ആർ യൂസിങ് ദി തെർമോകപ്പിൾ ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസിയിൽ. The resistance in the circuit of a moving coil of a dynamometer wattmeter എന്ന് പറയുന്നത് it should be very high. 14 ohm ആണ് വാല്യൂ ആൻഡ് it should be very high ആയിരിക്കണം. അടുത്തത് എ ഡൈനാമോമീറ്റർ വാട്ട്മീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് എ സി ആൻഡ് ഡി സി. എ സിക്കും നമുക്ക് ഡി സിക്കും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഡൈനാമോമീറ്റർ വാട്ട്മീറ്റർ എന്ന് പറയുന്നത് എ മെക്കാനിക്കൽ ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഇൻ ബിറ്റ്വീൻ ദി ടു കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻഡക്ഷൻ വാട്ട് മീറ്റർ, അപ്പോൾ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ എന്ന് പറയുന്നത് എ സിക്കും ഡി സിക്കും യൂസ് ചെയ്യാം. പക്ഷേ ഇൻഡക്ഷൻ വാട്ട് മീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡി സി ഓൺലി. എ പ്രഷർ കോയിൽ ഓഫ് എ വാട്ട് മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഓൺ ദ സപ്ലൈ സൈഡ് ഓഫ് ദ കറന്റ് കോയിൽ വെൻ ദ ലോഡ് ഇമ്പിഡൻസ് ഹൈ ആവുമ്പോഴാണ് നമ്മൾ പ്രഷർ കോയിൽ ഓഫ് ദ വാട്ട് മീറ്റർ എന്ന് പറയുന്നത് കറന്റ് കോയിൽ സപ്ലൈ സൈഡിലെ കറന്റ് കോയിലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. In a low power factor wattmeter, the pressure coil is connected to the load side of the current coil. In a low power wattmeter, the compensating coil is connected to in series with the pressure coil. Compensating coil എന്ന് പറയുന്നത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ 3-phase പവർ മെഷർമെന്റ് ബൈ 2 wattmeter method, both the wattmeter had the identical readings. The power factor of the load was unity ആയിരിക്കും. പവർ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കും. In a 3-phase power measurement by 2 wattmeters, the method of reading of one of the wattmeter was 0. The power factor of the load must be 0.5 ആയിരിക്കും. The adjustment of the position of the shading bands in an energy meter is done to provide ഷെയ്ഡിംഗ് ബാൻഡ്സ് കൊടുക്കുന്നത് ഫ്രിക്ഷൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയ്ഡിംഗ് ബാൻഡ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഓം മീറ്റർ ഈസ് എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഓം മീറ്റർ എന്ന് പറയുന്നത് യൂസ് ഫോർ മെഷറിംഗ് ദ റെസിസ്റ്റൻസ്. ഇറ്റ് ഇസ് എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആണ്.
When a capacitor was connected to the terminal of the ohmmeter, the pointer indicates a low resistance initially and then slowly come to the infinity position. This shows that the capacitor is correct. Capacitor correct ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോ റെസിസ്റ്റൻസ് ഇനീഷ്യലിയും അത് ഇൻഫിനിറ്റി പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഈസ് കറക്റ്റ്ലി ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. For measuring a very high resistance, we should use മെഗാർ ആണ് നമ്മൾ വെരി ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. മെഗാർ സർക്യൂട്ട്സ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻസുലേറ്റഡ് ബോഡിയുടെ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഗാർ സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. The electrical power to the megar എന്ന് പറയുന്നത് is provided by a permanent magnet DC generator. In a megar, the controlling torque is provided by the coil. Coil ആണ് controlling torque provide ചെയ്യുന്നത്. The operating voltage of megar എന്ന് പറയുന്നത് is about 100 volt ആണ്. Murray loop test എന്ന് പറയുന്നത് can be used for the location of both the ground fault and the short circuit fault. അപ്പോൾ ഈ മൊറേ ലൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫോൾട്ടും ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ടും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. And the last question is, the galvanometer cannot be used as an ammeter to measure the value of the current in the given circuit. The following reasons are: galvanometer gives a full scale deflection for the small current, galvanometer has a large resistance, and the galvanometer can give inaccurate values. The correct reasons are: galvanometer full scale deflection ഉണ്ടായിരിക്കും for a small current and has a very large resistance. അതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 50 MCQs വരുന്നത്.